അപ്പോൾ ഇന്ന് ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചിട്ടുള്ള ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ബിരിയാണീൻ്റെ മസാല വളരെ പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കനെ ഒന്ന് പൊരിച്ചെടുക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തതിലേക്ക് ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ തക്കാളി, ഒരു പകുതി ഉള്ളി, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിലുള്ള ഉപ്പും ഒരിത്തിരി തൈര്, പുളിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി തൈരും, പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. നമ്മൾ ചിക്കനെ നന്നായിട്ട് മസാല നല്ല എല്ലായിടത്തും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മസാലൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ എരിവ് നിങ്ങൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് കുറച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചേരുവകളൊക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഇത് വെക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ മസാലയൊക്കെ തേച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറിനുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി നല്ലോണം കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചതാണത്. അതുപോലെ തന്നെ അരി വേവിക്കാനുള്ള വെള്ളം ഇതുപോലെ ഒരു കുടുക്കയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ്, പിന്നെ ഒരു ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വെള്ളം തുറക്കോളൊന്ന് കാത്തു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഒരു 4 ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. നടുക്ക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കും. അപ്പോൾ കൂടുതലായിട്ട് ഉപ്പൊന്നും ചേർക്കണില്ല. നമ്മൾ ചിക്കൻ മസാല വെച്ചതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരി വേവിക്കുമ്പോൾ ആ വെള്ളത്തിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 വലിയ തക്കാളി എടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വാട്ടിയെടുക്കരുത്. കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കാം. എന്നിട്ടൊരു 3 വിസിലിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഒരു പീസുകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്ന് മൂത്ത് ഉള്ള ഭാഗമായി കിട്ടണ്ട, ജസ്റ്റ് ഒന്നുകൊണ്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ പിന്നെ നമ്മൾ അധികം വേവിച്ചെടുക്കില്ല. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പുറം ഒന്ന് മറിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെന്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഒരേ സമയം കൊണ്ട് നമ്മുടെ മസാലയും ചിക്കനും ചോറും അതിൽ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ വേവിച്ചിട്ട് ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മസാലയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചോറും കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ കുറേ ഒരു സമയം തോന്നിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മേലായിട്ട് കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ലെയറും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബിരിയാണിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചതും അതുപോലെ തന്നെ ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.